അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സംസ്ഥാനത്ത് സൗജന്യ യൂണിഫോം പദ്ധതി അവതാളത്തിലായതിനെ കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. സ്കൂൾ തുറന്ന് 10 ദിവസമായി വിതരണം പക്ഷേ പൂർത്തിയായിട്ടില്ല. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ സർക്കാരിന്റെ സൗജന്യ യൂണിഫോം പദ്ധതി പാതി വഴിയിലായെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പരിഹാരം കാണുമെന്ന മന്ത്രിയുടെ ഉറപ്പും പാഴായി. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. കോവിഡിന് ശേഷം യൂണിഫോം ഫണ്ട് ലഭിക്കാത്ത എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും 2 വർഷമായി യൂണിഫോം ലഭിക്കാത്ത സർക്കാർ സ്കൂളുകളിലെ കുട്ടികളും ആശങ്കയിലാണ്. ഈശ്വരോ, രക്ഷപ്പെട്ടു. വല്ലതും അറിയാമായിരുന്നുള്ള പേടിയായിരുന്നു എനിക്കിതുവരെ. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സർക്കാർ നൽകുന്ന സൗജന്യ യൂണിഫോം വിതരണം മുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന റിപ്പോർട്ടർ ടിവിയുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകിയിരുന്നു. നമുക്ക് അതൊന്ന് കേൾക്കാം. ഞാനിവിടെ സമാധാനമായിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? മര്യാദ പോയില്ലല്ലോ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒന്ന് പോടാ കൊടുത്തു. എന്താണ് ഈ വർഷം എന്തായാലും കഴിഞ്ഞ വർഷത്തെ കുറവ് പരിഹരിച്ചുകൊണ്ട് യൂണിഫോം കുടിശ്ശിക അടക്കം കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എനിക്കത് ഓർമ്മയില്ല. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ധനകാര്യ വകുപ്പ് മന്ത്രി അതിന് ആവശ്യമായ ഏതാണ്ട് 30 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കാണും. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? അങ്ങനത്തെ ഒരു വർത്താനോ? സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. എങ്കിലും ധനവകുപ്പ് 30 കോടി രൂപ യൂണിഫോം വിതരണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ സ്കൂൾ തുറന്ന് 10 ദിവസമായിട്ടും ഇതുവരെയും കുട്ടികൾക്ക് യൂണിഫോം ലഭിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്? അതെ, അത് നമുക്ക് ശരിയാക്കാം. മിക്സഡ് ആയ ഹൈസ്കൂൾ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ യൂണിഫോം ലഭിക്കാത്തത് കുട്ടികളെ ആകർഷിക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളെയും തകർക്കുകയാണ്. ഇങ്ങനൊരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? അപ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ടീച്ചേഴ്സും HM ഒക്കെ അഡ്വാൻസ് ചെയ്യുവാണ് ചെയ്യുന്നത്. മന്ത്രി തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കിട്ടുന്ന കാര്യം നമുക്ക് ഉറപ്പില്ല. ഇപ്പറഞ്ഞത് എയ്ഡഡ് മേഖലയിലെ സ്കൂളുകളിലെ കാര്യമാണ്. ഇനി സർക്കാരിന്റെ സ്വന്തം സ്കൂളുകളിലെ അധ്യാപകർ പറയുന്നത് കൂടി കേൾക്കാം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഗവൺമെന്റിൽ തന്നെ യൂണിഫോം വിതരണം പാളിയ മട്ടാണ്. ചില ജില്ലകളിൽ കിട്ടി, ചില ജില്ലകളിൽ കിട്ടിയില്ല. സ്വാഭാവികം. എല്ലാം സെറ്റായി എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 2 വർഷമായി കൃത്യമായി കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ ഗവൺമെന്റ് ഉള്ളത്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഇനി ആരാണ് ഇവർക്ക് ഉറപ്പ് നൽകുക? എവിടെയാണ് ധനവകുപ്പ് നൽകിയ 30 കോടി? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ.